أجمعين أما بعد بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم توسلت بالحي القيوم الذي لا يموت أبدا دفعت عن السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون صدق الله العلي العظيم ومبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم ولمومة سيدنا ومولانا محمد കർണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും സർവാധിനാഥനായ റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ സർവരെയും അല്ലാഹു തആല സ്വർഗീയാരാമത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഫലസ്തീൻ ലോകത്ത് ചർച്ചയായിട്ട് ഏറെ നാളുകളായി. എന്നാൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാട് തന്നെ ഈ ഭൂമികയിൽ നിന്ന് ഇല്ലാതെയായി പോകുമെന്നുള്ള രൂപത്തിൽ പലരും ഇന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ ജനതയെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷേ അവരെ ഉന്മൂലനം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. കാരണം പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അത് ലോകത്ത് പ്രതിഫലിക്കും, സത്യമായി പുലരും എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ആമിനായുടെ പൊന്നോമന പുത്രൻ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തെ പറ്റി പലതും ലോകത്തോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ഭവനമാണ്. 1 or 2 പ്രവാചകന്മാർ മാത്രം ബന്ധപ്പെട്ട ഒരു ഭൂമിയല്ല ഫലസ്തീൻ എന്ന് പറയുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിയ എന്ന് പറയുന്ന ഇറാഖിലെ ആ പ്രവിശ്യയിൽ ദീനീ ദഅവത്തുമായി കടന്നു വന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് വിഗ്രഹാരാധനയുടെ പേരിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ ആ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ നിലകൊണ്ടപ്പോൾ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നപ്പോൾ
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയത് ഫലസ്തീനിന്റെ മണ്ണിലേക്കാണ്. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടു പോയത് ഫലസ്തീനിന്റെ മണ്ണിലേക്കായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സങ്കീർത്തനം ലഭിക്കപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ ദാവീദ് എന്ന പേരിൽ പ്രസിദ്ധനായ മഹാനായ പുണ്യപ്രവാചകർ ജീവിച്ചതും അവിടുത്തെ പ്രസിദ്ധമായ മെഹ്റാബ് അവിടത്തേക്ക് ഒരുക്കി വച്ചിട്ടുള്ളതും ആ പുണ്യഭൂമിയിലായിരുന്നു. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുക്കെ അടക്കി ഭരിച്ചപ്പോൾ ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആസ്ഥാനവും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും ആ പുണ്യഭൂമിയിലാണ്. അതുപോലെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നംൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഉറുമ്പുകളെ പറ്റിയാണ് പറയുന്നത്. യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളം വരുന്നുണ്ട്, അതുകൊണ്ട് ഉറുമ്പുകളെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് മാറി നിൽക്കൂ എന്ന് ഉറുമ്പിന്റെ നേതാവ് അവരോട് പറയുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ആ വാദി നംൽ എന്ന് പറയുന്ന ഉറുമ്പുകളുടെ താഴ്വര അത് സ്ഥിതി ചെയ്യുന്നത് അസ്കലാനിനടുത്തുള്ള ഫലസ്തീനിലെ അസ്കലാനിനടുത്തുള്ള ഒരു പ്രദേശത്താണ്. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മെഹ്റാബിനെ പറ്റി പറയുന്നുണ്ട്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാസതൻ ഹസന വകഫലഹാ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ആയത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മെഹ്റാബിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട്. ആ മെഹ്റാബ് സ്ഥിതി ചെയ്യുന്നതെല്ലാം ഉണ്ടായിരുന്നത് ഫലസ്തീനിലായിരുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അനുയായികൾക്ക് വാഗ്ദത്ത ഭൂമിയായിട്ട് പ്രഖ്യാപിച്ചത് ഫലസ്തീനിലെ പുണ്യമായ ഭൂമികയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ബൈത്തുൽഹം എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ സ്ഥലവും ആ പുണ്യഭൂമിയിലാണ്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് നിന്ന് നമസ്കരിച്ച ആദ്യത്തെ ഖിബ്ല അത് പരിശുദ്ധമായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതുപോലെ ഇസ്രാഈലിന്റെ യാത്ര നടത്തിയതും എല്ലാം ആ പുണ്യഭൂമിയിലേക്കായിരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5000-ഓളം വരുന്ന സഹാബത്ത് റോമക്കാരുമായിട്ട് പടപൊരുതിയിട്ട് ആ പരിശുദ്ധമായ ഭൂമിയെ, ഖുദ്സിന്റെ ഭൂമിയെ, ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സഹാബത്ത് ആ ഖുദ്സിന്റെ പരിശുദ്ധമായ ഭൂമിയെ മോചിപ്പിക്കുന്നതിന് മുമ്പായി 5000-ഓളം വരുന്ന സഹാബത്ത് അവരുടെ രക്തവും ശരീരവും കൊടുത്തിട്ട് വാങ്ങിയ മണ്ണാണ് ആ ഫലസ്തീനിന്റെ മണ്ണ്. 5000-ഓളം സഹാബത്തിന്റെ ഖബർ ആ ഭൂമികയിലുണ്ട്. 5000 ഒന്നുമല്ല, ഏകദേശം കണക്കാ യുദ്ധത്തിൽ മാത്രം മരിച്ചവരാണ്. അതുകൂടാതെ ഇഷ്ടം പോലെ സഹാബത്തും പല ആളുകളും മഹാത്മാക്കളും അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറകനാ ഹൗലഹു എന്ന ആ ബാറകനാ ഹൗല ചുറ്റുപാടും ബറക്കത്തിനാൽ ചുറ്റപ്പെട്ടത് എന്നതിന്റെ തഫ്സീർ കൊടുത്തത് ബിഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറിനാൽ പ്രസിദ്ധമായതെന്നാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളും കാണും, പക്ഷേ ഖബർസ്ഥാനുള്ള പള്ളികൾ, ആ പള്ളികൾക്ക് പ്രത്യേകതയുണ്ട്. എല്ലാ പള്ളിയും പോലെയില്ല. കാരണം സ്വാലിഹീങ്ങളായ ആളുകൾ അന്തിയുറങ്ങുന്നത് കൊണ്ട് ആ പള്ളികൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖബർസ്ഥാനുള്ള പള്ളികളിൽ വന്ന് നമ്മൾ നമസ്കരിക്കുമ്പോഴും ദ്വാരക്കുമ്പോഴൊക്കെ മറ്റുള്ള പള്ളികളിൽ കിട്ടാത്ത ഒരു പ്രത്യേകമായ അനുഭൂതിയും തഖ്വയുമെല്ലാം നമുക്ക് കിട്ടുന്നത്. ബിഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാ എന്ന് ഖുർആൻ തന്നെ മഹത്വപ്പെടുത്തി പറഞ്ഞു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിനെ പറ്റിയിട്ട്. വിശുദ്ധമായ ഖുർആനിൽ എമ്പാടും ആ പുണ്യഭൂമിയുടെ മഹത്വം അല്ലാഹു തആല പറയുന്നുണ്ട്. സുലൈമാൻ الريح
ആസിഫതൻ തജ്രി ബിഅംരിഹി ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ വകുന്നാ ബികുല്ലി ശൈഇൻ ആലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തതിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ആ കാറ്റടിച്ച് വീശിയ ഭാഗങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞു ബാറക്നാ ഫീഹാ. തഫ്സീർ സഅദി നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഈ ബാറക്നാ ഫീഹാ എന്നതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഐ അശ്ശാം. ബാറക്നാ ഫീഹാ എന്ന് പറയുന്നത് ഷാമിനെ പറ്റിയാണ്. ഏതാണ് ഈ ഷാം? സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലെബനാൻ, ഈ 4 സ്ഥലങ്ങളും കൂടിച്ചേരുന്ന പ്രദേശത്തിന് പറയുന്നതാണ്, മൊത്തത്തിൽ പറയുന്നത് ഷാം എന്നാണ്. സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലെബനാൻ, ഈ 4 സ്ഥലങ്ങളും പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമികളാണ് അവിടെയുള്ളത്. അല്ലാഹു തആല വീണ്ടും ഖുർആനിലൂടെ പറയുന്നുണ്ട് വനജൈനാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ അനുയായികളായ ആളുകളെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്ന സ്ഥലത്ത് അവിടെയും ബാറക്നാ ഫീഹാ എന്ന് പരാമർശിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതും ഈ പരിശുദ്ധമായ ഭൂമിയെ പറ്റിയാണ്. തഫ്സീറുൽ ബഗ്വി നോക്കിക്കാണാൻ കാണാം ബിൽ മാഇ വശജറ, വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത നാടായിരുന്നു ഫലസ്തീൻ. അതുപോലെ നല്ല സുന്ദരമായ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾ നിറയെ പലതരത്തിലുള്ള കായ്ക്കനികൾ. ആ നാട് ഹിയ ഖുറശാം, ഷാം എന്ന് പറയുന്ന നാടാണ്. അഥവാ സിറിയയും ഫലസ്തീനും ജോർദാനും ലെബനാനും ഒക്കെയുള്ള നാടാണ്. അതുപോലെ വനജൈനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറതൻ വഖദ്ദർനാ ഫീഹാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടും മഹാന്മാരായ ഇമാമിയങ്ങൾ പറയുന്നുണ്ട്. അതും ഫലസ്തീനെ പറ്റിയാണ്. ആ പുണ്യഭൂമി അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഹാബത്തിന്റെ കൂടെ അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ ക്രോഡീകരിക്കുകയാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ് കുന്നാ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുഅല്ലിഫുൽ ഖുർആന മിനർ റിഖാ. ഖുർആൻ തുണികളിലായിരുന്നു ആദ്യം എഴുതി വച്ചിരുന്നത്. ആ തുണികളിൽ നിന്നുകൊണ്ട് ഖുർആനിനെ ഇങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുബാ ലിശാം. ഷാം നിവാസികളെ സ്തുതിച്ചുകൊണ്ട്, ഷാം നിവാസികളെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു ഫഖുൽനാ ലി അയ്യി ദാലിക യാ റസൂലല്ലാഹ്. എന്താണ് നബിയെ ഷാം നിവാസികളെ പറ്റിയിട്ട് അവിടുന്ന് പ്രശംസിച്ച് പറഞ്ഞത്, അവർക്ക് സ്വാഗതം പറഞ്ഞത് എന്താണ് നബിയെ? അവർക്ക് എന്താണ് പ്രത്യേകത? അപ്പൊ നബി തങ്ങൾ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്ന മലായികത്തുർ റഹ്മാനി ബാസിതത്തുൻ അജ്നിഹതിഹാ അലൈഹാ. അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ മലാക്കമാർ ഫലസ്തീനിന്റെ പുണ്യഭൂമിയിൽ, അതുപോലെ തന്നെ സിറിയയുടെ ഭൂമിയിൽ, ജോർദാൻ, ലെബനാൻ അടക്കമുള്ള ഷാം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഭൂമിയിൽ ചിറക് വിടർത്തിയിട്ട് അല്ലാഹുവിന്റെ മലായികത്ത് നിൽക്കുന്നു. അതിനാൽ കാണുന്നു പുണ്യപ്രവാചകൻ മഹാനായ ഇമാം തിർമിദി അവിടുത്തെ ഗ്രന്ഥത്തിന്റെ 3954 ഹദീസായിട്ട് ഇത് കൊടുത്തത് കാണാം. അപ്പോ ഫലസ്തീന്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മണ്ണാ. മറ്റുള്ള നാടുകൾക്കൊന്നും ആ ഒരു പ്രത്യേകതയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, ഷാമിന് ബർക്കത്ത് ചെയ്യണേ, യമനിന് ബർക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ പുണ്യഭൂമി പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആനിൽ കാണാം വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ
അമീൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വത്തീൻ വസ്സൈത്തൂൻ എന്ന് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നു, തഫ്സീർ മുഖ്തസർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അഖ്സമല്ലാഹു ബിദ്ദീനി വമക്കാനി നബാതിഹി ഫി അർളി ഫിലസ്തീൻ അല്ലതി യുഗീഫ ഫീഹാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലത്തി ബുഇസ ഫീഹാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ സത്യം ചെയ്ത് പറഞ്ഞ സ്ഥലം വത്തീൻ വസ്സൈത്തൂൻ, സൈത്ത് മരത്തെയും അതുപോലെ തന്നെ തൂരി സീന തീൻ അത്തിപ്പഴത്തെയൊക്കെ ആ സത്യം ചെയ്തുകൊണ്ട് തൂരി സീന എന്ന് പറയുന്ന പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവചനം അല്ലാഹു തആല നടത്തിയത് അത് ഫീ അർളി ഫിലസ്തീൻ, ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമി, സിനായ് മരുഭൂമി ഉൾപ്പെടെയുള്ള ആ പ്രദേശം, അതിനെ പറ്റിയാണ് അല്ലത്തി ബുഇസ ഫീഹാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതെന്ന തഫ്സീറുകളിലൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പുണ്യഭൂമി, അതിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ആദ്യമായി ആരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്? മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട കൻആനികൾ, കൻആൻ എന്ന് പറയുന്ന ഒരു മകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. അതിന്റെ പരമ്പരകളിൽപ്പെട്ട കൻആനികൾ എന്ന് പറയുന്ന ആളുകളാണ് ആദ്യമായിട്ട് എങ്ങോട്ട് വന്നത്? ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നത്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ വന്നു അങ്ങോട്ട്. അതിനുശേഷം യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ അവിടുത്തെ മക്കൾ അവർ ഈജിപ്തിൽ ഇങ്ങനെ താമസിച്ചു. അതിനുശേഷം 400 കൊല്ലത്തിന് ശേഷം ആ പുണ്യഭൂമിയിലേക്ക് വന്നു. യഹൂദർ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ആ ഭൂമിയിലേക്ക് വന്നവരാണ്. ആ ചരിത്രം നമുക്ക് നോക്കിയാൽ വിശദമായ ഖുർആനിൽ അൽ ബഖറ സൂറത്തിലും പല സ്ഥലങ്ങളിലും അല്ലാഹു തആല പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അമാലിക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. അമാലിക്കുകൾ എന്ന് പറഞ്ഞാൽ അവര് ബിംബങ്ങളെ ആരാധിച്ചിരുന്നവരായിട്ട് ഭയങ്കര ശക്തന്മാരായിരുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെയും കൊണ്ട് വരാണ്. യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, അവരാണ് ശരിക്കുള്ള യഹൂദർ എന്ന് പറയുന്ന ആ വിഭാഗം, അവരാണ്. അവരെയും കൊണ്ട് അങ്ങോട്ട് വരാണ്. അപ്പൊ അവര് പറഞ്ഞു, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസൽ തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദു വലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. യാ ഖൗമി ദുഖുലുൽ അർള്, ഏ സമൂഹമേ, നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ഭൂമിയുണ്ടല്ലോ, ആ വാഗ്ദാന ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അപ്പോ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഭൂമി അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ്. ആർക്കാ? ഇപ്പൊ അവിടെ താമസിക്കുന്നവർക്കാണോ? യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ഇസ്രായേലുകാരല്ല, അവിടെ താമസിക്കുന്ന ആളുകൾ അവര് തന്നെയാണ് അതിന്റെ അവകാശികൾ. അവർക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് മാറരുത്. ഇതിൽ നിന്നുകൊണ്ട് പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെടുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഖാലൂ യാ മൂസാ ഇന്ന ഫിഹാ ഖൗമൻ ജബ്ബാരീന വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫയഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. അവിടെ താമസിക്കുന്ന ആളുകൾ ശക്തന്മാരല്ലേ മൂസ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം എന്താ ഉണ്ടായതെന്നറിയോ സഹോദരങ്ങളെ? ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സനതൻ യതീഹൂന ഫിൽ അർളി ഫലാ തഅസലൽ ഖൗമിൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഇടങ്ങേറായി സമൂഹത്തെ കൊണ്ട്. അവസാനം അല്ലാഹു തആല 40 കൊല്ലട്ട് ചുറ്റിച്ചു. ഫലസ്തീനിൽ കയറാൻ അവർക്ക് പറ്റിയില്ല. അവരിങ്ങനെ ചുറ്റി നടന്നു, സീനായ് മരുഭൂമിയിലൂടെ ചുറ്റി നടന്നു. ചരിത്രം സുദീർഘമാണ്, ഇപ്പൊ അങ്ങോട്ട് കടന്നു പോകാനുള്ള സമയമില്ല. അവസാനം യൂശ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോഴാണ് അവർക്കതിലേക്ക് കടക്കാൻ കഴിയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖീല ലി ബനി ഇസ്രായീല ഉദ്ഖുലു ബാബൻ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, വഖൂലു ഹിത്തത്തുൻ, ഹിത്തത്തുൻ എന്ന് പറഞ്ഞ പശ്ചാത്താപ വചനമാണ്. നിങ്ങൾ ചെയ്ത തെറ്റുകളെ പറ്റി പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കടക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് ഉപദേശിച്ചു. പക്ഷെ അവർ കേട്ടിട്ടില്ല.
പറ്റില്ല. അവര് പറഞ്ഞത് ഹബ്ബത്തുൻ ഫീ ശർ, അതിന് പകരമായിട്ട് ഗോതമ്പ് മണി എന്നാണ് അവര് പറഞ്ഞത്. പശ്ചാത്താപ വചനം പറയാൻ പറഞ്ഞപ്പോ ഗോതമ്പ് മണി എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? പരിഹസിച്ചു. അവരോട് പറഞ്ഞു സുജൂദ് ചെയ്തിട്ട് കയറാൻ വേണ്ടി പറഞ്ഞു. അവരെന്ത് ചെയ്തെന്നറിയോ? ചന്തിയിട്ട് ഇങ്ങനെ നിരങ്ങിയിട്ട് കളിയാക്കിയിട്ട് കയറി. അതിന്റെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇടങ്ങേറാക്കി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സമൂഹത്തെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോഴാണ് ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർള യരിസുഹാ ഇബാദിയ സ്വാലിഹൂൻ. ആ ഭൂമിയുടെ അനന്തരാവകാശം എടുക്കുന്നത് സ്വാലിഹീങ്ങളായ മനുഷ്യരാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലവർക്കാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഭൂമിയിൽ താമസിക്കാൻ പറ്റുള്ളൂ. ഇത് വാഗ്ദത്ത ഭൂമിയാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അത്തൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വത്തി തബൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഹുവ ഫീ ഖുബ്ബത്തി മിൻ ആദമിൻ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്ദുദ് സിത്തം ബൈന ദൈസാ. 6 കാര്യങ്ങൾ പറഞ്ഞു. ഈ 6 കാര്യം നടക്കാതെ ലോകം അവസാനിക്കില്ല. ഒന്ന് നബി തങ്ങൾ പറഞ്ഞത് മൗതി, എന്റെ മരണമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ സഹോദരങ്ങളെ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഖ്ദസിന്റെ ആ പുണ്യഭൂമിയുടെ മോചനം അത് നടക്കാതെ ലോകം അവസാനിക്കില്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഹിജ്റ 16 AD 637 മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൂമി പിടിച്ചടക്കിയത്. മേറാജിന്റെ രാവിൽ അള്ളാന്റെ റസൂൽ നിസ്കരിച്ച സ്ഥലത്ത് വന്ന് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. എന്നിട്ട് അവിടെ ഒരു പള്ളി എന്ന് പണിതു മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞു AD 638 മുതൽ 450 വരെയുള്ള വർഷത്തിൽ നല്ല സൗഹൃദപരമായി പോയി. ഒരു കുഴപ്പമില്ല, നല്ല റാഹത്തായിട്ട് അവിടെ ആ ഫലസ്തീനിന്റെ ഭൂമിയിൽ എല്ലാവരും താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ AD 1099 വന്നപ്പോ കുരിശ് യുദ്ധം. ആ കുരിശ് യുദ്ധത്തിൽ യൂറോപ്യന്മാര് ജെറുസലേം പിടിച്ചടക്കി. അവിടെ കത്തോലിക്കൻ വിഭാഗത്തിന്റെ കീഴിലായിട്ട് അത് മാറുകയാണ്. പിന്നെ AD 1187 മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ധീരനായ പടനായകൻ വന്നപ്പോൾ ജെറുസലേം പിടിച്ചടക്കുകയാണ്. അതിനുശേഷം AD 1917 വരെയുള്ള 400 വർഷക്കാലം തുർക്കിയിലെ ഉസ്മാനിയ ഭരണകൂടം, ഓട്ടോമൻ സാമ്രാജ്യം എന്ന പേരിൽ ചരിത്രങ്ങളിൽ കാണാവുന്ന ആ ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു. 1880 ആയപ്പോൾ ജൂത കുടിയേറ്റം ശക്തമായി തീർന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഫലസ്തീനികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ ആ 100ൽ 90 പേര് മുസ്ലിമീങ്ങൾ, 8 പേര് ക്രിസ്ത്യാനികൾ, 2 പേര് യഹൂദന്മാർ. അങ്ങനെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. 1880 കുടിയേറ്റം തുടങ്ങി. 1897 ആയപ്പോൾ തിയോഡാർ ഹെർസൺ എന്ന് പറയുന്ന ഓസ്ട്രിയക്കാരനായ മനുഷ്യൻ ഒരു പുസ്തകമുണ്ടാക്കി, ദ ജൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരുടെ സ്റ്റേറ്റ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു രാജ്യ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് അവർ പുസ്തകമുണ്ടാക്കി. ഓസ്ട്രിയക്കാരനാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിന് ശേഷം അവരതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 1900 ആയപ്പോഴേക്കും ഗണ്യമായ ഭൂമി ജൂതരുടെ കയ്യിലേക്ക് കടന്നു വരികയാണ്. 1917 തുടങ്ങി 1927 ആയപ്പോഴേക്കും ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ശക്തിയുടെ കീഴിലേക്ക് പൂർണ്ണമായും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ കീഴിലേക്ക് കടന്നു വരികയാണ്. 1948 മെയ് 15 ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടുമ്പോൾ റിട്ടേൺ ടു സിയോൺ എന്ന് പറയുന്ന സിയോൺ കുന്നിലേക്കുള്ള മടക്കം എന്ന പേരിൽ അവർ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ജൂതന്മാര് അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോ 56% ആ രാജ്യത്തിന്റെ 56% ആർക്ക് കൊടുത്തു? ജൂതന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. കാരണം 75% ഇന്ന് ജൂതന്മാർ അഷ്കനാസി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്.
അഥവാ പിന്നീട് ജൂതമതം സ്വീകരിച്ചവരാണ്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്ന് ജൂതമതം സ്വീകരിച്ചവരാണ്. 30% ഇസ്രയേലിൽ താമസിക്കുന്ന ആളുകളും ആ വിഭാഗം ആളുകളാണ്. പിന്നെ മിർസാഹി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് അറബികളുമായിട്ട് ജനിതകപരമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അറബികളെ പോലെ ഇരിക്കും, എന്നാൽ അവർ ജൂതന്മാർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം മിർസാഹി എന്ന് പറയുന്നവർ, ഇവരൊക്കെയാണ് ഇന്ന് ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവുമായി വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ആ മണ്ണിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ഫലസ്തീൻ ജനത മാത്രമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെ വന്ന ആ വിഭാഗം ആളുകൾ. അല്ലാത്തതൊക്കെയും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ട് ആ രാജ്യത്തെ പ്രയാസപ്പെടുത്തുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാന്റെ റസൂല് പറഞ്ഞ പ്രവചനാണ്. അവസാന കാലം വരുമ്പോൾ ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് ഇസ്ലാമിക ശരീഅത്തിന്റെ കീഴിലേക്ക് വരും. മുസ്ലിമീങ്ങൾക്ക് അധീനതമാകും, അല്ലാതെ ലോകം അവസാനിക്കില്ല. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പുള്ള വരുന്ന സമയത്തുള്ള അലാമത്തുകളെ പറ്റിയൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയൊക്കെ പ്രയാസങ്ങൾ ആ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അവര് ലോകത്തോട് വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഈ നാട്ടിൽ അഭയം തരുമോ എന്ന് പറഞ്ഞുകൊണ്ട്, അല്പം സ്ഥലം തരുമോ എന്ന് പറഞ്ഞ് പ്രയാസത്തോടുകൂടി വന്ന ആളുകൾക്ക് ഈ ഭൂമി കൊടുത്തു എന്നുള്ള തെറ്റല്ലാതെ, അവർ കന്നം കൊടുത്തു എന്നുള്ള തെറ്റല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തോട് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന അറബ് രാജ്യങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഒരു പാത്രത്തിന്റെ 4 ഭാഗത്ത് ഇരുന്നു കൊണ്ട് ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് ശത്രുക്കൾ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് പോലെ ശത്രുക്കൾ മുസ്ലിം സമൂഹത്തെ കടിച്ചു കീറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി 4 ഭാഗത്തു നിന്നും ആക്രമിക്കും. അപ്പൊ നബിതങ്ങളോട് ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞത് കൊണ്ടാണോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന അഴുക്കുകളെ പോലെ ആയിത്തീരും മുസ്ലിം സമൂഹം എന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, എന്താണ് അങ്ങനെ പറ്റുന്നത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അവർക്ക് വഹൻ എന്ന് പറയുന്ന ഒരു രോഗം വരും. അപ്പൊ ചോദിച്ചു, വഹനു യാ റസൂലല്ലാഹ്, എന്താ വഹൻ നബിയെ? ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിൽ ജീവിക്കാനുള്ള മോഹം, അതുപോലെ തന്നെ മരണത്തോടുള്ള ഭയം. ഇതാണ് ഈ അറബി സമൂഹത്തെ, അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണകർത്താക്കളെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നത്. അവർക്ക് സുഖമായിട്ട് ജീവിക്കണം, ഹുബ്ബുദ് ദുനിയ. പല ആളുകളുടെയും ഹിസ്റ്ററികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വാർ, വുമൺ, ഇത് തന്നെയാണ്. യുദ്ധം പഴയ കാലത്തുണ്ടായിരുന്നു, അതുപോലെ വിമൺ. പഴയ അറബികൾക്ക് ഉണ്ടായിരുന്ന 3 കാര്യങ്ങൾ. ഒന്ന് എന്തായിരുന്നു? ഒന്ന് യുദ്ധത്തോടുള്ള കൊതി. അതിപ്പോ പേടിയാണ്, കാരണം യുദ്ധം ചെയ്താൽ തങ്ങൾ മരിച്ചു പോകുമല്ലോ, സ്ഥാനം പോകുമല്ലോ എന്നുള്ള പേടി. അത് മാറി. മറ്റുള്ള 2 കാര്യം, ഒന്ന് വൈൻ. പല മുസ്ലിം രാജ്യത്തെ ആളുകളും ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, അവർക്ക് മദ്യം കുടിക്കാൻ ഒരു പ്രയാസമല്ല. അതേപോലെ തന്നെ വിമൺ, പെണ്ണ്, ഇതിന്റെ പുറകെയാണ്, ദുനിയാവിന്റെ പുറകെ അവരുള്ളത്, മരിക്കാനുള്ള പേടി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഖത്തറിൽ പോയിട്ട് ഇത്രയും സ്ഫോടനങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തിയിട്ട് ഇത്ര ദിവസമായി എന്തെങ്കിലും മറുപടി കൊടുക്കാൻ കഴിഞ്ഞോ? അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി നല്ല ഫുഡും കഴിച്ച് പിരിഞ്ഞു വരുന്നല്ലാതെ എന്താ അതുകൊണ്ടൊക്കെ ഉണ്ടായ ഗുണങ്ങൾ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ, ഇതാണ് ഈ സമുദായത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യം നോക്കുമ്പോഴും എല്ലാവർക്കും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ദീനിന്റെ വിഷയങ്ങൾ, എല്ലാവർക്കും സ്ഥാനങ്ങൾ വേണം. ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. എല്ലാ കാര്യങ്ങളും നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവചനങ്ങളിൽ നിന്ന് പുലർന്നുകൊണ്ടിരിക്കാറ്. അതുകൊണ്ട് പാവങ്ങളായ ഫലസ്തീനികൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ രംഗത്ത് വരിക. സ്പെയിൻ എന്ന് പറയുന്ന ഒരു രാജ്യം
ഇസ്രയേല് ലോകകപ്പ് കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് സ്പെയിൻ എന്ന് പറയുന്ന ലോകകപ്പ് സാധ്യതയുള്ള ഒരു രാജ്യം അതിൽ നിന്നുകൊണ്ട് വിട്ടുനിൽക്കുമ്പോൾ അത്ര പോലും ബുദ്ധിയില്ലാത്തവന്മാരായി പോയ മുസ്ലിം രാഷ്ട്ര ഭരണാധികാരികളെ ഓർത്തുകൊണ്ട് നമ്മളൊക്കെ കുണ്ഠിതപ്പെടുക എന്നല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അല്ലാതെ നമ്മളെ കൊണ്ട് വേറെ ഒന്നും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. 24 ലക്ഷത്തോളം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെറും 7 ലക്ഷമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അവരും നാട് വിട്ടു പോകുകയാണ്. വല്ലാത്തൊരവസ്ഥ. എങ്ങോട്ടൊന്നില്ലാതെ അവർ പോകുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല, നടക്കുകയാണ്. ആ പാവപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു തആല സമൂഹത്തെ സംരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മീലാദുർ റസൂൽ പരിപാടിയോടനുബന്ധിച്ചുകൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അസ്ർ നമസ്കാരം. പ്രിയപ്പെട്ടവരെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമ്മളെ കൊണ്ട് അവിടെ പോയി യുദ്ധം ചെയ്യാനോ അവരെ സഹായിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് അവരുടെ പേരിൽ ഐക്യപ്പെടാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനൊക്കെയാണ് നമുക്ക് കഴിയുക. അതുകൊണ്ട് നാളത്തെ ആ റാലിയിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. എല്ലാ വർഷവും നടക്കുന്ന മീലാദ് റസൂൽ പരിപാടി നമ്മൾ വേറൊന്നും വിചാരിക്കേണ്ട. അള്ളാന്റെ റസൂലിന്റെ പരിപാടിയല്ലേ, അത് ആരെവിടെ നടത്തിയാലും റസൂലുള്ളാഹിന്റെ പരിപാടിയല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ആവശ്യമായിട്ടൊക്കെ സഹകരിച്ച് മുന്നിൽ നിൽക്കുക. തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ അതൊക്കെ നല്ല നിലയിൽ ചൂണ്ടിക്കാണിക്കുക. അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ അത് തിരുത്തി ഓരോ വർഷവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാനും നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.